നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു ആരോഗ്യമുള്ള എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ആരോഗ്യമുള്ള എപ്പിസോഡ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വിരുന്ന് ടി വി ഇപ്പോഴുള്ളത് ഖത്തറിലാണ്. ഇന്നത്തെ വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പം ഉള്ളത് സിൽവർ ഫിറ്റ്നസ് സെൻറ്റർ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ റിയാസ് ചാവക്കാടാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. സിൽവർ ഫിറ്റ്നസ് സെൻറ്റർ എന്ന താങ്കളുടെ ഗ്രൂപ്പ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ജിം ശൃംഖലയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളൊരു കാര്യം, അതിൻ്റെ ഒരു തലപ്പത്ത് അതിൻ്റെ ഒരു മാനേജിംഗ് ഡയറക്ടർ ഒരു മലയാളിയാണ് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു മേഖലയിലേക്ക്, പ്രവാസ ജീവിതത്തിലേക്ക് താങ്കളുടെ തുടക്കം, വരവ് എങ്ങനെയായിരുന്നു? 18 വർഷമായി ഞാൻ ദോഹയിൽ വന്നിട്ട് 15 വർഷത്തോളമായി ഫിറ്റ്നസ് മേഖലയിൽ സജീവമായിട്ട്. ആദ്യം ഇതെങ്ങനെയാണ് ഒരു തുടക്കം കുറിക്കാനുണ്ടായ ഒരു സാഹചര്യം? ഒരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങണം എന്നൊരു ആശയം എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ നാട്ടിലെ ഉണ്ടാകുമ്പോൾ ഈ ഫിറ്റ്നസ് മേഖലയായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പുണ്ടായിരുന്ന ആളായിരുന്നു. നാട്ടിലാകുമ്പോൾ കരാട്ടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ അതിൽ നിന്നൊരു ഞാൻ ജോലിയായിരുന്നു ആദ്യം. ഇവിടെ ജോലി ഒരു കമ്പനിയുടെ ജോലി ചെയ്യായിരുന്നു. അപ്പോഴേ ഞാൻ ഈ ഫീൽഡിലുമായി അന്നത്തെ കാലത്ത് ഒരു 98-ൽ എൻ്റെ കുറേ ഒരു 3-4 ഫ്രണ്ട്സ് കൂടിയിട്ട് എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ട് അന്ന് ഞങ്ങളൊരു ഒന്ന് തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ ആരുമില്ല, ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളായിട്ട്. ഖത്തറിൽ എനിക്ക് 7 ബ്രാഞ്ച് ഉണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ UAE-ൽ 2 ബ്രാഞ്ച്, പിന്നെ ഒരു പുതിയ ബ്രാഞ്ച് ഇനാഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് നടക്കണം. അതിൽ UAE-ൽ എനിക്ക് ഒരു പാർട്ണറുണ്ട്, മിസ്റ്റർ ഷെഫീഖ്. പിന്നെ നാട്ടിലും എൻ്റെ ഒരു വലിയൊരു ബന്ധം, ഞങ്ങൾക്ക് നാട്ടിലൊരു നല്ലൊരു ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട് കേരളത്തിൽ, ഇവിടെ ചാവക്കാട്. എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് KV സുശീൽ എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. എല്ലാം നന്നായി പോകുന്നു. സാർ, ഇപ്പോൾ ഈ ആരോഗ്യ സംരക്ഷണം ഒരു പ്രവാസ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്? കാരണം പലപ്പോഴും ഭക്ഷണത്തിൻ്റെ ഒരു രീതി കൊണ്ടൊക്കെ തന്നെയും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പലപ്പോഴും ഈ പ്രവാസ ജീവിതത്തിലുള്ളത്. എത്രമാത്രം പ്രാധാന്യമുണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്നതുമായി? ഇവിടുത്തെ എല്ലാവരും ബിസി ലൈഫാണ്, ഫാസ്റ്റ് ഫുഡാണ് എല്ലാവരും യൂസ് ചെയ്യണത്. അപ്പോൾ പിന്നെ ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു ഇതാണ്. ഞാൻ എൻ്റെ പല ഫ്രണ്ട്സുകളുടെ അടുത്ത് ഞാൻ കാണുമ്പോൾ പറയാറുണ്ട്, ഒരു അരമണിക്കൂറെങ്കിലും ഒരു വാക്കിംഗ് ദിവസം അതൊരു കൊണ്ട് നടക്കണം. അത് ഒരു അരമണിക്കൂറേലും നടക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കാറുണ്ട്. പല ആൾക്കാർക്കും അതിന് സമയമില്ല. എല്ലാവരും വലിയ ബിസിനസ്സുകാരാണ്, സാമ്പത്തികമായിട്ട് എല്ലാവരും നല്ല ഉന്നതിയിലുള്ള ആൾക്കാരാണ്. ഇതിന് പോലും മാറ്റി വെക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ ആരും സ്പെൻഡ് ചെയ്യാറുമില്ല. സർ, ഈ ഫിറ്റ്നസ് സെൻറ്റർ ജിം എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു അകന്ന ഒരു സ്ഥാപനമായിരുന്നു. പലപ്പോഴും അതിൽ പോകുന്നവരെയും അതിൽ കയറി ഇറങ്ങുന്നവരെയും ഒക്കെ വിളിച്ചിരുന്നത് മസിൽ മന്നന്മാർ എന്നൊക്കെയായിരുന്നു. പിന്നീട് ആ ഒരു മാനസികാവസ്ഥയൊക്കെ മാറി ഇതൊരു ആരോഗ്യത്തിൻ്റെ ഭാഗമായി എന്ന് ഒരവസ്ഥയിലേക്ക് മാറുകയുണ്ടായി. താങ്കളുടെ അഭിപ്രായം? മലയാളികൾ അന്നത്തെ ആ ഒരു കൺസെപ്റ്റൊക്കെ മാറിയിരിക്കണം. ഇപ്പോൾ എല്ലാവരും ബോധവാന്മാരായി. ഒരു ജിമ്മ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിലോട്ട് പോകുന്നതല്ല, ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം തന്നെയാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ പഴയ ഒരു ഇതൊക്കെ കൺസെപ്റ്റൊക്കെ മാറി ഇപ്പോൾ വേറെ ഒരു ഇതായല്ലോ. അതൊരു നല്ലൊരു അവസ്ഥയിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ ഖത്തറിൽ തന്നെ 7ഓളം ബ്രാഞ്ചുകളാണ് താങ്കൾക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പറയാൻ പറ്റുമോ? നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ എല്ലാം ബ്രാൻഡഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. എല്ലാം ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണം. പിന്നെ നല്ല നാട്ടിൽ നിന്ന് തന്നെ, ഞാൻ നാട്ടിൽ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ്. നാട്ടിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പിള്ളേരെ കൊടുത്തിട്ട് തന്നെ ട്രെയിനേഴ്സാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നു. എൻ്റെ കൂടുതൽ ജിമ്മുകളിലും ഇവിടുത്തെ ലോക്കൽസാണ് വരുന്നത്. പിന്നെ എല്ലാം സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഉള്ളത് കൂടുതലും.
സർട്ടിഫൈഡ് സ്റ്റാഫ് നാട്ടിൽ ഫിറ്റ്നസ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇൻ്റർവ്യൂ ചെയ്ത് കൊടുത്തിട്ടാണ് അവരാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇൻസ്പെക്ഷനോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും? ഇവിടെ ഇൻസ്പെക്ഷൻ ഉണ്ടാവാറുണ്ട് ഗവൺമെൻറ് തലത്തിൽ. ഇവിടെ യൂസ് ചെയ്യാൻ മറ്റുള്ള ജിമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ ഈ യൂസ് ചെയ്യുന്ന മറ്റുള്ള മെഡിസിനും കാര്യങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ വേറെ രീതിയിൽ വിൽക്കുന്നുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ വന്നിട്ട് ഇവിടെ ചെക്കിങ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ എല്ലാ ജിമ്മുകളിലും അത് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ യാതൊരുവിധ മെഡിസിനുകളും യൂസ് ചെയ്യാൻ പാടില്ല എന്നും അത് നിയമവിരുദ്ധമാണെന്നും ഇവിടെ നമ്മൾ എല്ലാ ജിമ്മുകളിലും അവിടെ സൈൻ ബോർഡിൽ ചെയ്തിട്ടുണ്ട്. ഇല്ല, എനിക്ക് നമ്മുടെ ഇവിടെ ആരും യൂസ് ചെയ്യാറില്ല എന്നുള്ള എൻ്റെ അറിവ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ സിൽവർ ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറയുന്ന താങ്കളുടെ ജിം ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചുകളായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ട്, ഇവിടുത്തെ അറബ്സിൻ്റെ സപ്പോർട്ട് അത് എത്രമാത്രമുണ്ട്, അതിനെക്കുറിച്ചൊന്ന് വിശദമാണ്. ഇവിടുത്തെ ലോക്കൽസ് എനിക്ക് വളരെയധികം സപ്പോർട്ടാണ്. ഈവൻ എൻ്റെ സ്പോൺസേഴ്സും എൻ്റെ എല്ലാ ക്ലയൻസും എല്ലാം വളരെയധികം സപ്പോർട്ടാണ് എനിക്ക്. ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണം എവിടെ പോയി കഴിഞ്ഞാലും ഫിറ്റ്നസ്സാണ് എന്നുള്ള ഒറ്റ ഒരു കാരണത്താൽ നമുക്കതിൻ്റെ റെസ്പെക്റ്റ് കിട്ടാറുണ്ട്. ഇവൻ വളരെയധികം സന്തോഷമാണ് ഇവർക്കൊരു ഫിറ്റ്നസ് ഫീൽഡിലൊരാളെ പരിചയപ്പെടുന്നതും അവിടെ വന്ന് ട്രെയിനിങ് ചെയ്യണതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ ലോക്കൽസിന്. അത് ഭയങ്കര സപ്പോർട്ടാണ്. അവർ നമുക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ഹെൽപ്പും ചെയ്യാറുണ്ട് ഇവിടുത്തെ ലോക്കൽസ്. അത് കാരണമാണ് നമ്മൾ ഇത്രയും ബ്രാഞ്ച് ചെയ്യാനും എല്ലാത്തിനും മാനസികമായുള്ള തയ്യാറെടുപ്പ് ഇവിടെ ഉണ്ടാവാൻ കാരണം അതൊരൊറ്റ കാരണം തന്നെയാണ്. സാർ, ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അനിവാര്യമായ ഒരു ഘടകമാണ്. അപ്പോൾ ഒരുപക്ഷെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ലേറ്റായിട്ടായിരിക്കും വീട്ടിലേക്ക് എത്തുക. അവർക്ക് അതുപോലെ തന്നെ വളരെ നേരത്തെ വളരെ പുലർച്ചെ പോകേണ്ട ഒരു സാഹചര്യം, പിന്നെ ജോലിയുടെ സ്ട്രെസ്സ്, ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരുപക്ഷെ ഈ ജിമ്മുകളെ അവർക്ക് ആശ്രയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരുപക്ഷെ വന്നേക്കാം. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് താങ്കൾ കൊടുക്കാനുള്ളൊരു നിർദ്ദേശം, അവരെങ്ങനെ തങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും? ആരോഗ്യം സംരക്ഷിക്കാൻ ആദ്യമായിട്ട് വേണ്ടത് അവരുടെ ഫുഡ് കൺട്രോളിംഗ് ആണ്. ഫുഡ് കൺട്രോളിങ് കൂടാതെ ഡെയിലി ഒരു അരമണിക്കൂർ നടക്കാൻ, ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ അരമണിക്കൂർ നടക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ പിന്നെ ഒരു ഫുൾ ബോഡി ഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ജിമ്മിൽ വന്നിട്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തേ മതിയാവും. പിന്നെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഫുഡ് കൺട്രോളിങ്ങും ഫുഡ് കൺട്രോളും മാത്രം ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു കാർഡിയോ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അരമണിക്കൂർ എന്ന് നടക്കണമെന്ന് പറഞ്ഞത്. അത് കൂടാതെ ഈ ബോഡി ഷേപ്പും കാര്യങ്ങളും ആശ്രയിച്ച് ഫിറ്റ്നസ്സും മൊത്തമായിട്ട് ഫുൾ ബോഡി ആവശ്യമുള്ള ആൾക്ക് മസ്റ്റായിട്ട് ജിമ്മിൽ വന്നേ മതിയാവും. ഈ ഒരു കാലഘട്ടത്തിൽ ശരീരം ഫിറ്റാക്കിക്കൊണ്ട് നടക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ പൊണ്ണത്തടിയുള്ള വ്യക്തികൾക്കൊക്കെ തന്നെയും മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടാകാം. എനിക്കും അതുപോലെ ആകാൻ കഴിയുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്താൽ അങ്ങനെ ആകാൻ കഴിയും? പലപ്പോഴും ഒരു ആശങ്കയുടെ മുൾമുനയിലാണ് അവരുടെ മനസ്സ്. അവർക്കൊരു കോൺഫിഡൻസ് നൽകാൻ താങ്കൾ കഴിയുമോ? ഇത് എത്ര പൊണ്ണത്തടി ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നല്ല ആരോഗ്യമുള്ള വ്യക്തികളായി മാറാൻ സാധിക്കും? ഒരു നല്ലൊരു ചോദ്യമാണ്. എല്ലാ ആൾക്കാർക്കും അങ്ങനെ ആവാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ചലഞ്ച് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര പൊണ്ണത്തടിയമായ ഒരാൾക്ക് ഇങ്ങനൊരു ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അവർക്ക് ഏത് രീതിയിലും അവരുടെ ബോഡി ആക്കാൻ കഴിയുമെന്നുള്ളത് അതിൻ്റെതായ ആക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ താങ്കളുടെ? തീർച്ചയായിട്ടും വളരെ ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. 140 കിലോ ഉള്ള ആൾക്കാർ അവരുടെ സ്വയം കഠിനമായ പ്രയത്നം കൊണ്ട് 70-80 കിലോ വരെ ആക്കിയിട്ടുണ്ട്. അതേപോലത്തെ ഒരു ചലഞ്ച് എല്ലാവരും ഏറ്റെടുക്കുക 100% ആവും. സാർ, ഇനിയിപ്പോൾ ഈ ഫിറ്റ്നസ് സെൻ്ററുകൾ അല്ലാതെ തന്നെ താങ്കളുടെ ഈ ഒരു ഗ്രൂപ്പിൽ മറ്റു ബിസിനസ്സുകൾ എന്തൊക്കെയാണ് താങ്കൾ ദോഹയിൽ ചെയ്യുന്നത്? അതിൻ്റെ വിശദ വിവരം. എനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട്, ജെൻസ് ബ്യൂട്ടി പാർലർ ഉണ്ട് ഇവിടെ സഫാരി മാളിൽ. പിന്നെ ലേഡീസ് ഫിറ്റ്നസ് സെൻ്ററും ബ്യൂട്ടി പാർലറും കൂടി ഉണ്ട്, ഗോൾഡൻ ലേഡീസ് ബ്യൂട്ടി ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് മെയിനായിട്ട് ഫിറ്റ്നസ് സെൻ്ററും ബ്യൂട്ടി രണ്ടും കൂടിയാണ് എനിക്ക് കൂടുതൽ, അതിലാണ് കൂടുതൽ ആരോഗ്യവും സൗന്ദര്യവും. സാർ, ഇപ്പോൾ ഇത്രയും വലിയ ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനം അതെങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയുക? ഇതിന് പ്രത്യേക മാനേജേഴ്സിനെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതിൻ്റെ വിവരങ്ങൾ. നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഓരോ മാനേജേഴ്സ് ഉണ്ട്. അവരാണ് ഓരോ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അവരാണ്. ഞാൻ ജസ്റ്റ് അവരെ കോർഡിനേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാ മാനേജേഴ്സും ഈവനിങ്ങിൽ എന്നായിട്ട് കോൺടാക്ട് ചെയ്യും. അവർക്ക് എന്ത് ആവശ്യമുള്ള മറ്റുള്ള നിയമ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് അതെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ വർക്ക്. അതാണ്. ശരി. പിന്നെ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകാറുണ്ട് ജിമ്മിൽ. ഇത്രയും ബിസി ലൈഫായ താങ്കളും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാറുണ്ടോ? എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇവൻ നാട്ടിൽ പോയാൽ പോലും ഒരു ദിവസം പോലും വിടാതെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ബിസി ആയിരിക്കും. എന്നാലും
ഡെയിലി വർക്കൗട്ട് വിട്ടിട്ടുള്ള ഒരു പരിപാടി. മറ്റു രാജ്യങ്ങളിൽ ചെന്നാലോ? അവിടെ എല്ലാ രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാൽ അവിടെ ഫിറ്റ്നസിന് കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളല്ലേ ഉള്ളൂ. ഇതാദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി അങ്ങനെയാണ്. മറ്റുള്ളവർ എത്ര വർഷമായിട്ട് അതൊന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? ഒരു ദിവസം പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് ഉണ്ടാവാറ്. ഫിറ്റ്നസ് സെൻ്ററിൽ പോയില്ല, ഇവൻ കാർഡിയോ സപ്പോർട്ട് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാണ് അനുഭവപ്പെടാറ്. അത് കാരണം തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തുള്ള കാരണം ഡെയിലി ചെയ്തിരിക്കും. ഈ ഫിറ്റ്നസ് സെൻ്ററിൽ പോവുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തുടർച്ചയായി ജീവിതത്തിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണോ? കാരണം ഞാൻ ചോദിക്കാനുണ്ടായ കാരണം, നമ്മുടെ ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം അവരുടെ ശരീരം ഒന്ന് ഫിറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവർ പോകാതിരിക്കുകയും അതിനുശേഷം അവരുടെ പഴയ സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുന്നു. അതിനോട് എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം? ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് പറയാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ ഒരുവിധം എനിക്കറിയാവുന്ന മലയാളി ഫ്രണ്ട്സ് നാട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു 3 മാസം മുന്നേ മാത്രം വന്ന് ജോയിൻ ചെയ്യാറുണ്ട്. ചിലർ പറയും ഞാൻ കല്യാണമാണ്, എൻ്റെ 6 മാസം കഴിഞ്ഞ് കല്യാണമാണ്, കല്യാണത്തിന് മുന്നേ എനിക്ക് ബോഡിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം, അതിനുവേണ്ടി മാത്രം ചില ആൾക്കാരുണ്ട്. ഇത് കീപ്പ് ഇത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാനുള്ളൊരു മനസ്സാണ് വേണ്ടത്. നമ്മൾ വേറൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഫിറ്റ്നസ് ചെയ്യേണ്ടത്. നമ്മുടെ ശരീരമാണ്, നമുക്ക് വേണ്ടിയാണ് ചെയ്യണം എന്നുള്ള ഒരു ബോധം ഉണ്ടാവണം എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞത്. അതിനുള്ള ഉത്തരം ഇതാണ്. ചില ആൾക്കാർ വണ്ണുള്ള ആൾക്കാർ ചെയ്യാറുണ്ട്. 6 മാസം കൊണ്ട് അവർ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് അവർ നന്നായി സ്ലിം ആവും, വീണ്ടും അവർ സ്റ്റോപ്പ് ചെയ്യുന്നു, പഴയ പോലെ തന്നെ അവരുടെ ഭക്ഷണക്രമങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ വീണ്ടും തടി വയ്ക്കും. അതിനവർ ഇത് ഭാഗമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് അവരുടെ കീപ്പ് ചെയ്യാൻ അവർക്ക് കഴിയും. കീപ്പ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് വീണ്ടും തടി വരുന്നത്. സാർ, ഇപ്പോൾ ടെലിവിഷനിലും മറ്റു മാധ്യമ രംഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ ഫിറ്റ്നസ് സെൻ്റർ അങ്ങോട്ട് കൂടിയിട്ടേ മനുഷ്യൻ്റെ ആരോഗ്യം കണ്ട് തടിച്ച് വല്ലാത്തൊരു സ്ഥിതിയിൽ മസിലുകളൊക്കെ കട്ടയടിച്ച് പെരുപ്പിച്ച് നിർത്തുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാറുണ്ടോ? താങ്കൾ ഈ ഒരു രംഗത്ത് വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ചോദ്യം. തീർച്ചയായിട്ടും അതിനൊരു സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാകും. സ്റ്റെറോയിഡും യൂസ് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ ബോഡി ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാറില്ല. ആരെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്താൽ അത് നിർത്തിക്കാറാണ് പതിവ്. അതെന്തായാലും സൈഡ് എഫക്റ്റ് ഉറപ്പാണ് അങ്ങനെയുള്ള മെഡിസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അത് മനുഷ്യന് യൂസ് ചെയ്യേണ്ട മെഡിസിൻസ് അല്ല. ആ മെഡിസിൻ വായിച്ച് നോക്കിയാൽ അറിയും എനിമൽസ് യൂസ് ചെയ്യേണ്ട മെഡിസിൻ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള ബോഡിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. സാർ, ഇപ്പോൾ താങ്കളുടെ മേഖലയിൽ താങ്കൾ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ മേഖലയുമായി അടുത്ത് നിൽക്കുന്ന സംഘടനയായ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ തൃശ്ശൂർ ജില്ലാ ചെയർമാൻ കൂടിയാണ് താങ്കൾ. എങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തന രംഗത്തേക്കുള്ള ഒരു വരവ്, അതിന് സമയം കണ്ടെത്തുക? അസോസിയേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി കുറേ സമയം ചിലവഴിക്കാറുണ്ട്. നാട്ടിൽ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള എല്ലാ സപ്പോർട്ടും എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. വർഷത്തിൽ ജില്ലാ മത്സരങ്ങളും സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങളെല്ലാം സംഘടിപ്പിക്കാറുണ്ട് അസോസിയേഷൻ്റെ ഭാഗമായിട്ട്. അത് ഭയങ്കരമായിട്ട് സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇപ്പം അവസാനം കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ അണ്ടറിൽ മിസ്റ്റർ കേരള മത്സരം ഞങ്ങൾ ചാവക്കാട് വെച്ചിട്ടാണ് നടത്തിയത്. അപ്പോൾ ഈ അസോസിയേഷന് സംബന്ധമായ എല്ലാ വർക്കിനും എൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കാറുണ്ട്. അതല്ല, ഇവിടെ ഖത്തറിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഖത്തറിൽ ഇവിടെ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ നമ്മുടെ സ്റ്റുഡൻസ് പോയിട്ട് അതിൽ ചാമ്പ്യന്മാർ ആവാറുണ്ട്. ഇവിടെ നല്ല സപ്പോർട്ടാണ് ഗവൺമെൻറ് തലത്തിൽ. സാർ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ സിൽവർ ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറയുന്ന സ്ഥാപനം എല്ലാവർക്കും അറിയാവുന്ന ഒരു തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ താങ്കളുടെ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താങ്കളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, വിദ്യാഭ്യാസ കാലഘട്ടം എവിടെയായിരുന്നു? നാട്ടിലെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? നാട്ടിൽ ഞാൻ ചാവക്കാട് മണത്തല ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ +2 ചെയ്തത്
അഞ്ചങ്ങാടിയിലാണ്. പിന്നെ വീട്ടിൽ ഉപ്പ ഉമ്മ പിന്നെ ഞങ്ങൾ 7 ജ്യേഷ്ഠ സഹോദരന്മാരാണ്. അതിൽ 2 സഹോദരിമാർ. വീട്ടിൽ വൈഫ് 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അവർ നാട്ടിലാണോ? നാട്ടിലാണ്. വെക്കേഷൻ സമയത്ത് മാത്രം ഇവിടെ വരാറുള്ളൂ. നാട്ടിലാണ് പഠിക്കുന്നത്. ഭാര്യയുടെ പേര് ഫസീല, കേച്ചേരിയിലാണ് വീട്. മക്കൾ മൂത്ത മോള് തസ്നി, രണ്ടാമത്തെ മോള് റിത. നാട്ടിൽ തന്നെ പഠിക്കുന്നത്. സന്തോഷകരമായിട്ട്. സാർ, ഇനി പ്രോഗ്രാം കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ആരോഗ്യ സംരക്ഷണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇതിൽ ഒരു വലിയ ശ്രദ്ധ പുലർത്താത്ത കുറച്ച് ആൾക്കാരും ഉണ്ടാവും. ഈ ആരോഗ്യത്തെക്കുറിച്ചും ഈ ഒരു ഫിറ്റ്നസ്സിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചും നമുക്ക് അത്യാവശ്യമായ ഘടകത്തെക്കുറിച്ചും താങ്കൾക്കൊരു നിർദ്ദേശം കൊടുക്കാനുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും. ഇനിയും വൈകിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈവൻ പല പേരും ഈ ഫിറ്റ്നസ് മേഖലയിൽ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ 1-ാം തീയതി അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങൾ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ ആൾക്കാരും. ഇനി ആർക്കും വെയിറ്റും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ആരോഗ്യ പരിപാലനത്തിന് മസ്റ്റായിട്ട് ഫിറ്റ്നസ് സെൻ്ററിൽ വന്ന് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സാറേ, ഇനിയിപ്പോൾ ഈ മദ്യപാനം, പുകവലി പോലുള്ള ലഹരി ഉപയോഗം ഒരു ആരോഗ്യ സംരക്ഷണത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മദ്യപാനം ഇതിന് നെഗറ്റീവായിട്ട് തീർച്ചയായിട്ടും ബാധിക്കും. ഇത് ഭയങ്കര മദ്യപാനം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഫിറ്റ്നസ് സെൻ്ററിൽ വരുന്ന എല്ലാ കുട്ടികളും ഈവൻ സെക്കൻഡ് ഷോക്ക് പോലും, പടത്തിന് പോലും പോകാൻ വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. കാരണം ഉറക്കം ഒരാൾക്ക് ആരോഗ്യത്തിന് വേണ്ടി മെയിനായിട്ടുള്ള ഘടകങ്ങളിൽ പെട്ടതാണ് ഉറക്കം. ആ ഉറക്കം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം ഫിറ്റ്നസ് സെൻ്ററിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ്ങിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഉറക്കമില്ലാതെ ഒരാൾ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അവന് വർക്കൗട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് അവർക്ക് മദ്യപാനം, മറ്റുള്ള പുകവലിയുള്ള ആൾക്കാരൊന്നും ഈവൻ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. പുകവലിക്കുന്ന ആൾക്കാർ ഫിറ്റ്നസ് സെൻ്ററിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ്. അവർക്ക് ട്രെയിനിങ് ചെയ്യാൻ ഈവൻ ട്രെയിനിങ് ചെയ്ത് അവരെ പഴയ ഒരു ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടി ചുരുങ്ങിയത് കുറച്ച് ടൈം അവർക്ക് എടുക്കും. ഈവൻ 2-3 ആഴ്ച കവർ ചെയ്യാണ്ട് അവർക്ക് ട്രെയിനിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ താങ്കളുടെ അടുത്തേക്ക് വരുന്ന ഈ ക്ലയൻസിനോട് ഇത് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. ഈവൻ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണെന്നെങ്കിൽ അത് വളരെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്. ഈവൻ ചെയിൻ സ്മോക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് നമുക്ക് പറയാനുള്ള ഒരു ഇതാണ് ഈ ഫിറ്റ്നസ് മേഖലയുമായി ടച്ചായി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലൈഫിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പുകവലി, മദ്യപാനം കാര്യങ്ങളൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പൂർണ്ണമായിട്ടും ഇത് നിർത്താൻ വേണ്ടിയിട്ട് കഴിയാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പം എനിക്കിപ്പോൾ ഒരാളടുത്ത് നീ പൂർണ്ണമായിട്ട് നിർത്താനും പറയാൻ പറ്റില്ലല്ലോ. അവരുടെ അടുത്ത് കൺട്രോൾ ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടി നല്ലൊരു ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം നമുക്ക് കഴിയുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ എല്ലാ ആൾക്കാരും നമ്മൾ പറഞ്ഞ പോലെ കേൾക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് സെൻ്ററിൽ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ കാണാറുണ്ട്. താങ്കളുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ കാര്യങ്ങൾ ഫ്യൂച്ചർ പ്ലാൻസ് ഫിറ്റ്നസ് സംബന്ധമായ കാര്യങ്ങൾ തന്നെയാണ്, ബിസിനസ് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കൂടുതൽ ബ്രാഞ്ചസ് ഇവിടെ തന്നെ കൂടുതൽ ലോക്കൽസ് കൂടുതൽ താമസിക്കുന്ന ഏരിയകളിലായിട്ട് ഫിറ്റ്നസ് സെൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള വർക്കുകളും പ്ലേസുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതലും ഫിറ്റ്നസ് സംബന്ധമായ മേഖലയിലുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ ഇനിയും ഫ്യൂച്ചറിലും പ്ലാൻ ചെയ്യുക. അത് ചെയ്യുകയും ഉള്ളൂ, വേറെ ഒന്നിലേക്കും കൂടുതൽ താല്പര്യപ്പെടില്ല. സാർ, ഇപ്പോൾ ഈ ഒരു ആരോഗ്യ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ലോകത്ത് പുതിയ പുതിയ ആശയങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ എക്യുപ്മെൻറ്റ്സുകളുടെ ഒരു കടന്നുകയറ്റം തന്നെയുണ്ട്. ഇതൊക്കെ തന്നെയും സിൽവർ ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറയുന്ന താങ്കളുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ടോ? ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുക, പഠിക്കുക, കൊണ്ടുവരിക? ഫിറ്റ്നസ് സംബന്ധമായ പല എക്സിബിഷൻസ് നടക്കാറുണ്ട് വേൾഡിൽ. ഈവൻ ചൈന, ജർമ്മനി, യൂറോപ്പ് പല സ്ഥലങ്ങളിലും അവിടെയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പുതിയ എക്യുപ്മെൻറ്റ്സ്, ഏതാണ് പുതിയ വർഷത്തിൽ എല്ലാ 6 മന്തിലും എക്സിബിഷൻ നടക്കാറുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതൊക്കെയാണ് പുതിയ എക്യുപ്മെൻറ്റ്സ്. അത് കണ്ടിട്ട് അതിനനുസരിച്ചുള്ള
നമുക്കിവിടെ അത് നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാവിധ എക്യുപ്മെൻസും നമ്മളെ ഫിറ്റ്നസ് സെൻ്ററിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സാർ എന്തായാലും ഇത്രയും സമയം വിരുന്നിൻ്റെ പ്രേക്ഷകരോട് ഒരു ബിസി ലൈഫിൽ നിന്ന് പോലും ഞങ്ങളോടൊപ്പം വരികയും ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകരോട് ആധികാരികമായ ആരോഗ്യ മേഖലയെക്കുറിച്ചും അതേപോലെ തന്നെ സിൽവർ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് വളരെയധികം നന്ദിയുണ്ട്. ഒപ്പം ഒരു കാര്യം താങ്കൾ സൂചിപ്പിച്ചത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. താങ്കൾ പറയുകയുണ്ടായി ആരോഗ്യം സംരക്ഷിക്കുക അല്ലെങ്കിൽ ജിമ്മിൽ പോകുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസം നോക്കിയിട്ടോ നാളുകൾ നോക്കിയിട്ടോ ഒന്നും തന്നെയല്ല, എപ്പോഴും ആർക്കും ആകാം എന്നുള്ളൊരു ചിന്താഗതി അല്ലേ? അതെ, ഏത് നിമിഷവും ചെയ്യാം. അപ്പോൾ തീർച്ചയായും ഈ നിമിഷം നമുക്ക് ഇത്രയും ധന്യമാക്കിയതിൽ ഞങ്ങളുടെ ഹൃദയമായി നന്ദി. താങ്ക് യു വെരി മച്ച്.